ഹലോ എവരി വൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി ദാൽ മഖനിയാണ്. ദാൽ മഖനി ഉണ്ടാക്കാനായിട്ട് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത്, നമുക്ക് ദാൽ മഖനി ഉണ്ടാക്കാനായിട്ട് വേണ്ടത് ഈ ഉഴുന്നാണ് കേട്ടോ. ഉഴുന്ന് പരിപ്പ്, അത് ബ്ലാക്ക് ഹോൾ ഉഴുന്നാണ് വേണ്ടത്. നമുക്കത് മുഴുവനായിട്ടുള്ള ഉഴുന്നാണ് നമുക്ക് എടുക്കേണ്ടത്. ഇതിനകത്ത് ഇത് ഞാൻ ഹോൾ നൈറ്റ് വെള്ളത്തിലിട്ട് കുതിർത്ത് വച്ചിരിക്കുന്ന ഉഴുന്നാണ്. അത് വെള്ളത്തിലിട്ട് കുതിർത്ത് നമ്മൾ നന്നായി കഴുകി വാരിയിട്ട് വേണം നമ്മൾ വെള്ളത്തിലിട്ട് കുതിർക്കാനായിട്ട്. അപ്പോഴത്തേക്ക് അതിൻ്റെ കളറൊക്കെ മാറി അതിൻ്റെ ഒരു പച്ച കളറായി മാറിയിട്ടുണ്ട്. അതിന് പിന്നെ നമുക്ക് വേണ്ടത് രാജ്മയാണ്. രാജ്മയും വെള്ളത്തിലിട്ട് രാത്രി മുഴുവനിട്ട് വെള്ളത്തിലിട്ട് വെച്ച് കുതിർത്തതാണ്. അതുപോലെ കടലപ്പരിപ്പ്. ഇത് മൂന്നും ആണ് നമ്മൾ ദാൽ മഖനി ഉണ്ടാക്കാനായിട്ട് എടുക്കുന്ന പരിപ്പുകൾ. ഇത് മൂന്നും അത്യാവശ്യമാണ്. രാജ്മ എന്താണെങ്കിലും അത്യാവശ്യമാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ കടലപ്പരിപ്പ് സ്കിപ്പ് ചെയ്യാം, എന്നാലും നമുക്ക് ഇതിനകത്ത് രാജ്മ മസ്റ്റായിട്ടും വേണം. ഇനി ഒരു കുക്കർ വെച്ച് അതിലേക്ക് ഒരു 1-1.5 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ കുതിർത്ത് വച്ചിരിക്കുന്ന പരിപ്പുകളെല്ലാം കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് മസാല കൂടി ചേർക്കണം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1.5 ടീസ്പൂൺ കശ്മീരി മുളക് പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് അതിന് ശേഷം നമുക്ക് ബട്ടറാണ് ചേർക്കേണ്ടത്. 2 ടേബിൾ സ്പൂൺ ബട്ടർ ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ടോട്ടൽ എടുത്തിരിക്കുന്ന പരിപ്പെന്ന് പറയുന്നത് 1 കപ്പ് ഉഴുന്ന് പരിപ്പാണ് എടുത്തിരിക്കുന്നത്. അത് കുതിർന്ന് വന്നപ്പോൾ ഇത്രയും ടോട്ടൽ ക്വാണ്ടിറ്റിയിലായിട്ടുണ്ട്. പിന്നെ ഏകദേശം ഒരു 1/4 കപ്പോളം അനുസരിച്ച് രാജ്മയും പിന്നെ 2-3 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പുമാണ് എടുത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടി നമ്മളിതിനകത്തേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 4 കപ്പ് വെള്ളം ഒഴിച്ച് നമുക്ക് കുക്കർ അടച്ച് വെച്ച് നമുക്കത് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 5-6 വിസിൽ ഞാൻ എൻ്റെ ഈ കുക്കറിന് വേണ്ടി വരും. നിങ്ങളുടെ കുക്കറിനനുസരിച്ചിട്ടുള്ള വിസിൽ നോക്കുക. ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് നമുക്ക് വേണ്ടുന്ന മസാലകൾ തയ്യാറാക്കാം. ഒരു 1/4 ടീസ്പൂൺ ജീരകം, 5-10 കുരുമുളക്, ഏകദേശം ഒരു നുള്ളോളം കസൂരിമേത്തി കൂടി ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നമുക്കിതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഡ്രൈ റോസ്റ്റ് ചെയ്ത് നമുക്കിത് പൊടിച്ച് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കുക്കർ ഒന്ന് തുറന്ന് നോക്കാം, പരിപ്പൊക്കെ വെന്തോന്ന്. ഇതെല്ലാം നന്നായിട്ടെല്ലാം വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ദാൽ മഖനി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഒരു കടായി വെച്ചതിന് ശേഷം അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് 1.5 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഒരു 2 ടീസ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇളക്കി കൊടുത്ത് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് മസാല ചേർത്ത് കൊടുക്കണം. മസാലയ്ക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുത്ത് അതും കൂടി അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിനകത്തേക്ക് അല്പം കായം കൂടി ചേർത്ത് കൊടുക്കണം. അത് നമുക്ക് ഒന്ന് ചെറിയ തീയിലിട്ട് നമുക്കതൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി നമ്മൾ ടൊമാറ്റോ പ്യൂരിയാണ് ചേർക്കേണ്ടത്. ഏകദേശം ഒരു 1/4 കപ്പോളം ടൊമാറ്റോ പ്യൂരി ചെയ്തത് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി ഇതിനകത്തെ വെള്ളം മുഴുവൻ വറ്റി വരുന്നത് വരെ ഈ പ്യൂരി ഒന്ന് പറ്റി ഇതാകുന്നിടം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിലേക്ക് റിലേറ്റീവ്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. ബെല്ലൈക്കോൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും ഈ ദാൽ മഖനിയുടെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. പഞ്ചാബി സ്റ്റൈലിലുള്ള ദാൽ മഖനിയാണ്. പഞ്ചാബീസൊക്കെ ഉണ്ടാക്കുന്ന അതേ റെസിപ്പിയാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എഴുതി അറിയിക്കുക. ഇനി നമുക്ക് ടൊമാറ്റോ പ്യൂരി വെന്തതിന് ശേഷം നമുക്കതിലേക്ക് നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന പരിപ്പ് ഒക്കെ നന്നായി ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായി വീണ്ടും അത് 5 മിനിറ്റത്തേക്ക് നമുക്ക് അടച്ച് വെച്ച് വേവിക്കണം. എന്നിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് നമ്മൾ തവിയുടെ പുറകുവശം കൊണ്ടോ അല്ലെങ്കിൽ തൈരൊക്കെ ഉടയ്ക്കുന്ന ഇതുണ്ടല്ലോ അത് വെച്ചോ എന്തെങ്കിലും ടൊമാറ്റോ മാഷർ വെച്ചോ നമുക്ക് നന്നായിട്ടിത്
ഉടച്ച് കൊടുക്കണം. ഉടച്ച് കൊടുത്തുകൊണ്ടിരിക്കണം. ഇളക്കി നമുക്കിത് നന്നായിട്ടൊന്ന് ഒരു ഇതാക്കിയെടുക്കണം. ഒരു മക്കൺ എന്ന് പറഞ്ഞാൽ ഒരു വെണ്ണ പരുവമാകുന്നത് വരെ നമുക്കിത് ഇളക്കി കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് വീണ്ടും നമുക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണോളം ബട്ടർ ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ബട്ടർ ഉരുകി വരുന്നത് വരെ നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ബട്ടറൊക്കെ ഏകദേശം നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. അതുവരെ നമുക്ക് ഈ തവിയുടെ പുറകു വശം വെച്ച് നന്നായിട്ട് അതിനെ ഉടച്ചുടച്ച് നമുക്ക് ഇളക്കി കൊടുക്കണം. ഇനി നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന മസാല നമുക്ക് ചേർത്ത് കൊടുക്കുക. അതിൽ ഒരു ഏകദേശം ഒരു 1.5 ടീസ്പൂണോളം മസാല നമ്മളിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കസൂരി മേത്തിയും ഏകദേശം ഒരു നുള്ളോളം പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ആക്ച്വലി ഇപ്പോൾ നമ്മളുടെ ദാൽ മഖനി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്തേക്ക് ഈ വാങ്ങുന്നതിനിപ്പുറം തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ മല്ലിയില തളിച്ച് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ക്രീം ഉണ്ടല്ലോ, ഫ്രഷ് ക്രീം നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെയും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നമുക്കൊരു സെർവിങ് ബോളിലേക്ക് ഇത് മാറ്റി നമുക്ക് ഗാർണിഷ് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയിലുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്.